എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ. ഉമ്മ മരിച്ചിട്ട് 10 വർഷങ്ങളായി. ഉമ്മ മരിച്ച ആ ദിവസം മുതൽ ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഉമ്മയാവുകയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ആ ആൾക്ക് ഞാൻ രണ്ടാമത്തെ ഉപ്പയാവണം. ഒരച്ഛന് അല്ലെങ്കിൽ ഒരു വാപ്പയ്ക്ക് മകളെ സ്നേഹിക്കുക, മകളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക, അവളോട് കാരുണ്യം കാണിക്കുക, അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ അച്ഛന്മാരും വാപ്പന്മാരും അത് സ്വാഭാവികമായും ചെയ്യും. പക്ഷെ രണ്ടാമത്തെ വാപ്പയാവുക എന്നുള്ളത്, രണ്ടാമത്തെ അമ്മയാവുക എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമേ അല്ല. അതൊരാളുടെ ഉള്ളിൽ നിന്നുള്ള കരുണ കൊണ്ട് അയാൾ സ്വയം പ്രകടിപ്പിക്കുന്ന ഒരനുഭവമാണ്. എന്താണ് ബാക്കിയാവുക? രണ്ട് മനുഷ്യർ തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? അത് സുഹൃത്തുക്കളാവട്ടെ, അപരിചിതനായൊരു മനുഷ്യനാവട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, ആരാവട്ടെ, മനുഷ്യർ തമ്മിൽ എന്തെല്ലാം ഫീലിങ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ എന്താ ബാക്കിയാവുക? കരുണ. അതാണ് ബാക്കിയാവുക. മറ്റതൊക്കെ മാഞ്ഞു പോവുകയും കരുണ ബാക്കിയാവുകയും ചെയ്യും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവർ വേറൊരാളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് നല്ല ഓർമ്മകളൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അത്ര നല്ലതല്ലാത്ത ഓർമ്മകൾ എമ്പാടും കിട്ടിയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്കിടുകയും വലിയ വാശി കാണിക്കുകയും ഒക്കെ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ്. നല്ല ഓർമ്മകളൊന്നുമില്ല. പക്ഷെ അവള് പറഞ്ഞതാ, അവള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദനയെടുത്ത്, സഹിക്കാനാവാത്ത വേദനയെടുത്ത് അവൾക്ക് മരുന്നൊക്കെ കുടിക്കേണ്ടി വന്ന് അങ്ങനെ പതുക്കെ കിടന്ന് അവളിങ്ങനെ ഉറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞ് ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ ഇരുട്ടിൽ അവൾക്ക് മനസ്സിലായി അത് അമ്മയാണ്. നല്ല ഓർമ്മകളൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലാത്ത അമ്മ അവളെ വന്നിങ്ങനെ തലോടുന്നത് അവളറിയാം. അവൾ പറയണത് എന്താണെന്നറിയോ? അവൾ അതുപോലെ കിടന്നു. ഉണർന്നത് അമ്മ അറിയാതിരിക്കാൻ ആ തലോടൽ കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കിടന്നു കൊടുത്തു. അമ്മ മരിച്ചു. എന്നിട്ടാണ് അവളിത് പറയണത്. അമ്മ എന്നെ കുറേ ഉപദ്രവിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാഞ്ഞു പോയി. ആ തലോടൽ മാത്രം ബാക്കിയായി. വേദനിപ്പിച്ച അനുഭവങ്ങൾ മുഴുവനും മാഞ്ഞു പോവുകയും ഒരു പാതിരാത്രിയിലെ ഒറ്റ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കരുണ. വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? 2 ആളുകൾ വിവാഹം ചെയ്യുകയാണ്. ആ ആളുകളോട് പരസ്പരം പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. എന്തൊരു വാക്കുകൾ! എൻ്റെ കയ്യിലുള്ളതൊരു ഗ്ലാസ് ആണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികളോട്? അത് സ്വർണ്ണമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയില്ലേ? അത്രയും കെയർ ചെയ്യണം കേട്ടോ അത്. ഇതേപോലെ പഠിച്ചോൻ കല്യാണം കഴിക്കുന്ന 2 ആളുകളോട് പറയാ, ഇതൊരു മനുഷ്യനാണ് കേട്ടോ. മിൻ അൻഫുസിക്കും. ആകാശത്തിൽ നിന്ന് വന്ന മാലാഖയൊന്നും അല്ല കേട്ടോ അത്. ഇതൊരു മനുഷ്യനാണ്. മനുഷ്യൻ്റെതായ എന്തെല്ലാം സ്വാഭാവികതകളുണ്ടോ ആ സ്വാഭാവികതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും കേട്ടോ. അതൊക്കെ കാണേണ്ടി വരും കേട്ടോ. അതൊക്കെ അറിയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ഏതൊരു മനുഷ്യനും നമ്മളീ കാണുന്ന മനുഷ്യനല്ലല്ലോ. അയാൾ രൂപപ്പെട്ട ഒരു കാലമുണ്ട്. അയാൾ പെരുമാറുന്ന രീതിക്ക് പോലും അയാളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പോലും കാരണമാണ്. അയാളുടെ ആധികൾ, പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പേടികൾ, വിട്ടുമാറാത്ത ആകുലതകൾ, അയാളുടെ സ്വഭാവ രീതികൾ, അയാളുടെ പെരുമാറ്റം. വളരെ കുറച്ച് ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അധിക മനുഷ്യരും, നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും അവരുടെ കുട്ടിക്കാലത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ
എന്നെ വിട്ടുമാറാത്തൊരു പുസ്തകമുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകമാണ് പറയാം. അങ്ങനെ ഒരു പുസ്തകം ജയമോഹൻ എന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ്, തമിഴിലും മലയാളത്തിലും എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് ആ പുസ്തകം വായിക്കണം. പുസ്തകത്തിൻ്റെ പേര് 100 സിംഹാസനങ്ങൾ എന്നാണ്. ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമുക്ക് മനുഷ്യരോട് മുഴുവനും സ്നേഹം തോന്നും എന്നതാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യനോട് നമുക്ക് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ. അതാണ് നമുക്ക് മനുഷ്യനെ കുറച്ചുകൂടെ മനസ്സിലാവും. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിനായകൻ സാറിനെ മനസ്സിലായത്. അദ്ദേഹം പൊതുവെ ഒരു ബഹളക്കാരനായിട്ടാണ് സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. വിനായകൻ സാറിനെ അദ്ദേഹത്തെ പറയൂ. മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് വിനായകനെ കുറിച്ച് പറഞ്ഞുകൂടാ? പ്രതിഭാശാലിയായൊരു അഭിനേതാവല്ലേ അദ്ദേഹം. അദ്ദേഹം വിനായകൻ സാറാണ്. ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ തമിഴിലെ ഏറ്റവും പ്രസിദ്ധനായ സംവിധായകരിൽ ഒരാളാണ് ഗൗതം വാസുദേവ മേനോൻ, ഒരു മാസ്റ്ററാണ്. അദ്ദേഹം വിനായകനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? വിനായകൻ സാർ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണത്. എന്താണൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി? അതാണൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി. സാറെന്ന് വിളിച്ചിട്ടില്ലെങ്കിലും ഒരാളും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം വിനായകൻ സാർ എന്നാണ് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യനെ എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകൾ എത്രയായിരിക്കും? അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അനുഭവിക്കുന്ന അവഗണനകൾ, തിരസ്കാരങ്ങൾ എത്രയേറെ അനുഭവിച്ച് കടന്നു വന്ന ഒരു കുട്ടിക്കാലമായിരിക്കും ആ മനുഷ്യൻ്റേത്. അയാളുടെ അടുത്ത് നിന്ന് അത്രയും മാന്യമായ പെരുമാറ്റമൊന്നും അങ്ങനെ പ്രതീക്ഷിക്കണ്ട. അയാളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ടാവും. അതാണ് അതിൻ്റെ കാരണം. ചെറിയൊരു പുളിങ്കുരു കുറച്ചൊക്കെ നനവുള്ളൊരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി, അതിങ്ങനെ പതുക്കെ ചെടിയായിട്ട് വരും, ഇല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, ഒരു നനവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അങ്ങനെ ചെറിയ ചെടിയായിട്ട് അതിങ്ങനെ മുളച്ചു വരാൻ തുടങ്ങുമ്പോൾ ഒരു മുട്ടുസൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കൂ, ഒരു പാടുണ്ടാവും. പുളിമരമായാലും ആ പാട് അവിടെ കിടക്കും. എന്നാൽ ഒരു പുളിമരത്തെ പോയിട്ട് ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി നോക്കൂ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ചെടിയായിരിക്കുമ്പോൾ അങ്ങനെയല്ല. 41 വയസ്സായി എനിക്ക്. എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 4 മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിലുണ്ടാവും. എന്നാൽ ഒരു 4 വയസ്സായൊരു കുഞ്ഞിനെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ, 40 വയസ്സായാലും അവിടെ കിടക്കും. അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത്. ഷൂസെ സിരമാവോ എന്നൊരു എഴുത്തുകാരനുണ്ട്, വളരെ പ്രസിദ്ധനായൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത് 70 വയസ്സൊക്കെ കഴിയുന്ന ആ സമയത്ത്. ആ ആത്മകഥയിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്, 7ാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു. കുതിര സ്വന്തമായിട്ടുള്ള ഒരാളോട് ചെന്നിട്ട് അദ്ദേഹം ആഗ്രഹം പറഞ്ഞു. അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു, അവൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അപമാനിച്ചു. അതാണ്, കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ 71ാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്, ഉണങ്ങാതെ. അന്ന് കിട്ടിയ മുറിവേ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ, എത്ര റെസ്പെക്റ്റ്ഫുള്ളി അവർ വളർത്തപ്പെട്ടു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ ആകെയും നിശ്ചയിക്കുന്നത്. എത്ര ആദരവോടെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ
കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലും ആ കുഞ്ഞ് വളർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് നേരത്തെ സർ ഇവിടെ പറഞ്ഞത്. ദുൽഖർ സൽമാൻ മലയാളത്തിലെ പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ വെറുതെ ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞു പോയൊരു വാക്കാ. പക്ഷെ ആ വാക്കില്ലേ വല്ലാത്തൊരു വാക്കാണ്. ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണെന്ന് നമുക്കൊക്കെ അറിയാലോ. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ഫീൽഡിലാണ് 40-40 കൊല്ലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാലോ. ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, എനിക്ക് തലകുനിക്കേണ്ട രീതിയിൽ എൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം, എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ വാപ്പയിൽ നിന്ന് ഇതുവരെ ഒരു കാര്യവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പത്മശ്രീയും നാഷണൽ അവാർഡുകളും ഒക്കെ കിട്ടിയതിനേക്കാളും മമ്മൂട്ടി എന്ന മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും അത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഒരു സംശയവുമില്ല, നല്ല ഓർമ്മകളാണ്. അതിലേറ്റവും പ്രധാനമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ കാണാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആദരവിൻ്റേതായ ഒരു തലം. വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് നോക്കാനും വണ്ടിക്ക് വഴി കാണിച്ചു തരാനും വേണ്ടി ഓടി വരുന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടാവും അല്ലേ? അയാൾ വഴിയൊക്കെ കാണിച്ചു തന്ന് നമ്മൾ വണ്ടി എടുത്ത് പോരാൻ നേരം നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ട് അയാൾക്ക് നേരെ നമ്മളൊന്ന് കൈ കാണിച്ച് ആ മനുഷ്യനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പേരെന്താണ് ഏട്ടാ എന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വീണ്ടും വണ്ടി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് സീറ്റിലിരിക്കുന്ന ഒരു 10 വയസ്സുകാരനോ 12 വയസ്സുകാരിയോ ആയിട്ടുള്ള ആ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തൊരു ഓർമ്മയുണ്ട്. ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിയ എത്ര വലിയ സമ്മാനമായിരുന്നാലും അതൊക്കെ കേടുവന്നു പോവുകയും ഈ ഓർമ്മ ബാക്കിയാവുകയും ചെയ്യും. മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആദരവുണ്ട്. മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാകപ്പെടലുണ്ട്. അതാ മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയാന്നുള്ള മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. എന്താ മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞ്? ഇത് വെറൊരു മനുഷ്യനാണ്. പോരായ്മകളുള്ള മനുഷ്യൻ, അബദ്ധങ്ങൾ വരുന്ന മനുഷ്യൻ, തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യൻ, തോറ്റുപോകുന്ന മനുഷ്യൻ, പരാജിതനാകുന്ന മനുഷ്യൻ, അതാണ് ഈ മനുഷ്യൻ. അതാ സാധാരണ നമ്മളിങ്ങനെ പറയൂലേ, നമ്മുടെ സുഹൃത്തുക്കളെ അതല്ലെങ്കിൽ കുടുംബക്കാരെയൊക്കെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? അപ്പം നമ്മുടെ കയ്യിൽ നല്ല പൈസയും അംഗീകാരവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വരും. ഒരു കാലത്ത് നമ്മളെ ഉപേക്ഷിച്ചവർ നമ്മളെ തേടി വരും. പക്ഷെ സാധാരണ നമ്മൾ പറയും, നമ്മളിങ്ങനെ പൈസയൊന്നുമില്ലാതെ പരാജിതനായി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ നമുക്ക് മനസ്സിലാവുക. എനിക്കങ്ങനെയല്ല തോന്നുന്നത്. നമുക്ക് മനുഷ്യന്മാരെ അറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം വന്നുപോയി, നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. ഒരുപക്ഷെ അബദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു പോയി. മനുഷ്യരായ മനുഷ്യർ മുഴുവനും നമ്മളെ കുറ്റപ്പെടുത്തും. എല്ലാവരും നമ്മളെ കൈവിടും. അപ്പോഴും നമ്മളെ കൈവിടാതിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ആ മനുഷ്യനാണ് നമ്മുടെ മനുഷ്യൻ. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കൂടെയല്ല, നമ്മുടെ കൂടെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരാളാണ്. ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകേണ്ട ആളൊന്നും ആയിരുന്നില്ല അവൻ. അത്രയും മഹത്വമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവൻ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. അവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ആ വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആർക്കും കാണാത്ത വിധത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ചില കുഴികളിലേക്കൊന്നും വീണു പോകരുത് എന്ന താക്കീത്
ആ വീഡിയോയിൽ അവൻ എനിക്കും പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ടാ ചില കുഴികളിലേക്കൊന്നും വീണു പോകരുതിട്ടോ. ആ വീഡിയോയിൽ അവനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അവൻ്റെ അടുത്ത് ഒരു അബദ്ധം വന്നുപോയി, അല്ലെങ്കിൽ ഒരു തെറ്റ് വന്നുപോയി, അവനൊരു തെറ്റ് ചെയ്തു. എല്ലാവരും അവനെ കൈവിട്ടു. എല്ലാവരും അവനെ കൈവിട്ടതല്ല അവൻ്റെ പ്രശ്നം. അവൻ്റെ ഉമ്മി കൈവിട്ടു എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. അത് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ കരഞ്ഞുപോയത്. ഉമ്മി പോലും എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരഞ്ഞു പോണത്. ആ ഒറ്റ വേദനയുടെ ആഘാതം കൊണ്ടാണ് ആത്മഹത്യയെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും ഇവിടുന്ന് പോവുകയും ചെയ്തത്. ഇത് അവൻ്റെ മാത്രം പ്രശ്നമല്ല. വിശുദ്ധ ഖുർആനിലെ പ്രവാചക തിരുമേനിയോട്, ആരോട്? പ്രവാചക തിരുമേനിയോട് പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ആരാണ് പ്രവാചക തിരുമേനി? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഒരാളെയാണ് പ്രവാചകത്വം ഏൽപ്പിക്കുക. അതാണ് പ്രവാചകൻ. ആ പ്രവാചകനോട് പടച്ചോൻ പറയണത് എന്താണെന്നറിയോ? പ്രവാചകരെ, കാരണം പ്രവാചകൻ വിചാരിക്കുന്നത് പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ ഞാൻ പറയണത് എല്ലാവരും കേൾക്കും എന്നായിരിക്കും നബി തിരുമേനി വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയും വലിയ അംഗീകാരമുള്ള ആളാ. എല്ലാവരും എന്താ വിളിക്കാന്നറിയോ? വിശ്വസ്തനായ ആള് എന്നാ വിളിക്കുക. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് നാട്ടുകാർ മുഴുവനും ഓമന പേര് കൊടുത്തിട്ടുള്ള ആളാ. അപ്പം നബി തിരുമേനി വിചാരിച്ചു, ഞാൻ പറയണത് ആളുകൾ കേൾക്കുമല്ലോ, എന്നെ അവർക്ക് അത്ര ഇഷ്ടമല്ലേ. അപ്പം ഞാനൊരു പ്രവാചകനായാൽ അപ്പോൾ ഞാൻ പറയുന്നതും ആളുകൾ കേൾക്കുമല്ലോ. പക്ഷെ ആളുകൾ കേട്ടില്ല. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഭ്രാന്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു, ആക്ഷേപിച്ചു, കൈവിട്ടു. അതിനെക്കുറിച്ചാണ് പടച്ചോൻ പറയുക. എന്താ പറയണമെന്നറിയോ? പ്രവാചകരെ, നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും. പടച്ചോൻ പറഞ്ഞതടാ. ആരോട്? പ്രവാചക തിരുമേനിയോട്. പ്രവാചകരെ, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകും. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യദ്ഉ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ കഹ്ഫിലാണ്. നമുക്കൊരു തെറ്റ് വന്നുപോയി, എല്ലാവരും നമ്മളെ കൈവിട്ടു. അപ്പോഴും പ്ലീസ് കം ബാക്ക് എന്ന് പറയുന്നൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണത്. പ്ലീസ് കം ബാക്ക്, തിരിച്ചു വരൂ. വലിയ വലിയ ക്രൈമൊക്കെ ചെയ്ത ആളുകളുടെ വീടുകളിലേക്ക് പത്രക്കാർ ചെല്ലുന്നത് കണ്ടില്ലേ? എന്നിട്ട് അവരോട് ചോദിക്കും മകൻ ചെയ്ത തെറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ മകൾ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തില്ല. അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല എന്ന് പറയും. അത് പറയാൻ എന്തിനാണ് അവരുടെ ആവശ്യം? അത് നാട്ടുകാർ മുഴുവൻ പറയണില്ലേ? ഒരാളെങ്കിലും കൈവിടാതെ ഈ ഭൂമിയിൽ ബാക്കി വേണ്ടേ ഇയാൾക്ക് തിരിച്ചു വരാൻ? വേണ്ടേ? ഒരാളെങ്കിലും ഇയാൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടേ? എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യർ തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് പ്ലീസ് കം ബാക്ക് എന്ന് പറയേണ്ടി വരും. അതാണ് ഇടയ്ക്കിടെ നമ്മൾ പറയേണ്ടി വരും, പ്ലീസ് കം ബാക്ക്, തിരിച്ചു വരൂ. അബദ്ധങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി നേടി തിരിച്ചു വരൂ. പാപങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി നേടി തിരിച്ചു വരൂ. അതാ ബൈബിളിൽ ഒരു സ്റ്റോറിയുണ്ട്. ഒരു വലിയ രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന ഒരു ദർശനമാണ്. സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദർശനമാണ്. അതെന്താണെന്നറിയോ? ആ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കുക. ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല കട്ടിയുള്ള ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇരുമ്പ് കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ആ കട്ടിയുള്ള ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരവയവം മാത്രം നിർമ്മിക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, ഏറ്റവും ദുർബലമായ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്.
ഏതാണെന്നറിയോ? കാൽപാദം, ഫീറ്റ്. ശരിക്കും കാൽപാദമല്ല ഇരുമ്പുകൊണ്ടുണ്ടാക്കേണ്ടത്. കാരണം ഇത്രയും ഭാരം ഈ കാൽപാദത്തിനാണ് താങ്ങേണ്ടത്. ഈ ഭാരം മുഴുവനും താങ്ങേണ്ടി വരുന്ന കാൽപാദം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടുവാ. എന്താണ് ആ ദർശനം? എത്ര ശക്തനായ മനുഷ്യനും, എത്ര വലിയ മനുഷ്യനും, എത്ര മഹാനായ മനുഷ്യനും, എത്ര പ്രസിദ്ധനായ മനുഷ്യനും, എത്ര ശക്തനായ മനുഷ്യനും കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ പ്രലോഭനത്തിൽ വീണുപോകാൻ സാധിക്കുന്ന അത്രയും ദുർബലനാണ്. ചെറിയൊരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമാണ് മനുഷ്യന്റെ കാൽപാദം. അതാ, ഏത് സമയത്തും അബദ്ധങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, അതല്ലെങ്കിൽ പ്രലോഭനങ്ങളിലേക്ക്, വശീകരണങ്ങളിലേക്ക് വീണുപോകാൻ സാധിക്കുന്ന അത്രയും മനുഷ്യൻ ദുർബലനാണ് എന്നാണ്, ആ കാലടി കാൽപാദമാണ് എന്നതുകൊണ്ട് പറയണ. ബാലേട്ടൻ എന്ന സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണ്. അച്ഛനെ കുറിച്ച് മകൻ പാടുന്ന പാട്ടാണ്. അതിലൊരു വരി എന്താണെന്നറിയോ? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക, മുതിർന്നാലും കാലടികൾ തെറ്റും. അപ്പോ പ്ലീസ് കം ബാക്ക് എന്ന് പറയാൻ നിങ്ങൾക്കൊരു മനുഷ്യനുണ്ടോ എങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മനുഷ്യൻ്റെ അവസ്ഥകളെ, ഓരോ സമയത്തും കടന്നു പോകുന്ന മനുഷ്യരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ, അവർ കടന്നു വന്ന അനുഭവങ്ങളുടെ ഓരോരോ രീതികളെ ഒക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. കുട്ടിക്കാലം മുതലൊരു മനുഷ്യൻ രൂപപ്പെട്ട അനേകം സാഹചര്യങ്ങളുണ്ട്. ഇന്ന് കടന്നു പോകുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.